തസ്കിയ 259 സലാഹുദ്ദീൻ 77. വലാ തനം ഗൈറ ദീ തുഹ്രിൻ വമുൻഫരിദ വലാ തഖല്ലൽ ബിഖസ്ബിൻ തൗദു മൻ സലിമ മിനൽ ജുനൂനി വബൽവാ വൽ മസായിബി ഔ തദ്വീദി സിന്നിൻ വമൻ യസ്തഖ്ഖലഹു അമാ لا تحبسن غائطا ولا الغراة وبو لن حبسها فيك بالأسقام قد حكما ولا تنم غير ذي طهر ومنفردا. ഇന്നലെ പറഞ്ഞു ഈ വരിയുടെ അർത്ഥം. ശുദ്ധിയില്ലാതെ നീ ഉറങ്ങരുത്, ഒറ്റയ്ക്ക് ഉറങ്ങരുത്, ഒരാളെ കൂടെ കൂട്ടണം. ഇനി പറയുന്നത് വലാ തഖല്ലൽ ബി ഖസ്ബിൻ, മുള കൊണ്ട് പല്ലിൽ കുത്തരുത്. വളരെ മുറിപ്പെടുത്തുന്ന വസ്തുവാണല്ലോ അത്. അതും തത്തുല്യമായ വസ്തുക്കളെ കൊണ്ടും പല്ലിൽ കുത്തരുത്. എന്നാൽ തൗദു മൻ സലിമ മിനൽ ജുനൂനി വ ബൽവ വൽ മസായിബി ഔ തദ്വീരി സിന്നിൻ, ഭ്രാന്ത്, മറ്റ് ബുദ്ധിമുട്ടുകൾ, വിപത്തുകൾ, പല്ലിൽ പുഴുക്കുത്തേൽക്കുക തുടങ്ങിയിട്ടുള്ള ദൂഷ്യ വിഷയങ്ങളിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാം. പല്ലിൽ കുത്തുന്ന സമയത്ത് മുള, തത്തുല്യമായ വസ്തുക്കൾ ഉപയോഗിക്കരുത്. അതിനു വേണ്ടി വളരെ സോഫ്റ്റായ വസ്തു കൊണ്ട് മാത്രമേ പല്ലിൽ കുത്താൻ പാടുള്ളൂ. വമൻ യസ്തഖ്ഖലഹു അമൻ, മിസ്വാക്ക് ചെയ്യുന്നവൻ അന്ധത അവൻ ഒഴിവായി കിട്ടും. മിസ്വാക്ക് ചെയ്യുക എന്നത് 70 ചില്ലാനം രോഗങ്ങൾക്ക് പ്രതിരോധമാണെന്ന് കാണാൻ കഴിയും. ഉൾക്കാഴ്ചയും കണ്ണിൻ്റെ കാഴ്ചയും വർദ്ധിക്കും. വായയ്ക്ക് വൃത്തിയുണ്ടാകും. അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കും. കൂടെയുള്ള വിശുദ്ധരായ മലായിക്കത്തുൽ കിറാമിനെ ശല്യപ്പെടുത്തുന്നതിൽ നിന്ന് ഒഴിവാകാം. പല്ലിന് ഫലം വരും. ശ്വാസോച്ഛ്വാസത്തിന് സുഖം ലഭിക്കും. എങ്ങനെ ഒരുപാട് ഗുണങ്ങൾ പല്ല് തേക്കുന്നതിനുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വളരെ കൂടുതലായി ഉപദേശിച്ചൊരു കാര്യമാണ് പല്ല് തേക്കാൻ. എൻ്റെ മോണായിൽ നിന്ന് പല്ല് കൊഴിഞ്ഞു പോകുമ്പോൾ ഞാൻ പേടിച്ചുപോയി എന്ന് ഒരിക്കൽ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട്. സർവ്വസാധാരണയായി നമ്മളൊക്കെ പല്ല് തേക്കൽ 2 സമയത്താണ്, രാവിലെയും കിടക്കാൻ പോകുമ്പോഴും. അതുപോരാ, നിസ്കരിക്കാൻ പോകുമ്പോഴും വേണം, സമൂഹത്തിൻ്റെ ഇടയിലേക്ക് പോകുന്ന സമയത്ത് വേണം. അങ്ങനെ പലപ്പോഴായി നാം മിസ്വാക്ക് ചെയ്യണം. സഹാബത്തെ കിറാമിനെ സംബന്ധിച്ചിടത്തോളം ചെവിയുടെ മുകളിൽ അവർ മിസ്വാക്ക് വെക്കാറുണ്ടായിരുന്നു. അത്രയും ആ വിഷയത്തിൽ അവർ ശ്രദ്ധരായിരുന്നു. അപ്പോൾ ആ ശുദ്ധമായ വായ കൊണ്ടാണ് അള്ളാഹുവിൻ്റെ പേര് പറയേണ്ടത്, ഖുർആൻ ഓതേണ്ടത്. അപ്പം എല്ലാ സമയത്തും ക്ലീനാക്കിക്കൊണ്ടിരിക്കുമ്പം വായക്ക് നല്ല സൗരഭ്യം ഉണ്ടാവും, നല്ല അവസ്ഥയും വരും. അതാ പറയുന്നത് ഉമൻ യസ്തഖ്ഖലഹു അമൻ, മിസ്വാക്ക് ചെയ്യുന്ന ഒരാൾ, സ്ഥിരമായി ഇങ്ങനെ മിസ്വാക്ക് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അന്ധത ബാധിക്കുകയില്ല, കാഴ്ചശക്തിക്ക് കുറവ് വരികയില്ല. മറ്റൊരു ആരോഗ്യ വിഷയം, ലാ തഹ്ബിസൻ ഗായിതൻ വലൽ ളുറാത വബൗലൻ ഹബ്സുഹാ ഫീക ബിൽ അസ്കാമി ഖദ് ഹക്കമ. ലാ തഹ്ബസൻ, ഒരിക്കലും നീ പിടിച്ചു വെക്കരുത്, ഗായിതൻ മലം, വലൽ ളുറാത കീഴ്വായു, വബൗലൻ മൂത്രവും. മുൻപിൻദ്വാരങ്ങളിലൂടെ സാധാരണ പോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ്റെ മല, മൂത്ര, ഗ്യാസുകൾ ഒരിക്കലും പിടിച്ചു വെക്കരുത്. അത് ഗുരുതരമായ ശാരീരിക പ്രയാസങ്ങൾ സൃഷ്ടിക്കും, രോഗം വരുത്തി വെക്കും. ഹബ്സുഹാ ഫീക ബിൽ അസ്കാമി ഖദ് ഹക്കമ, നീ അത് പിടിച്ചു വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിന്നിൽ രോഗം വരുത്തി വെക്കും. ഗ്യാസ് ട്രബിളുള്ള ആളുകൾ ഗ്യാസിന് തകരാറുണ്ടെങ്കിൽ അത് ഒഴിവാക്കിക്കൊണ്ടേയിരിക്കണം. അതിന് സംവിധാനം കാണണം. അത് പിടിച്ചു വച്ചിട്ട് കുടലുകൾക്കും ആമാശയങ്ങൾക്കുമൊക്കെ പ്രയാസങ്ങൾ വരും, രോഗങ്ങൾ വരും. മലവും മൂത്രവും അങ്ങനെ തന്നെയാണ്, അത് അവശിഷ്ടങ്ങളാണല്ലോ. ഈ അവശിഷ്ടം നമ്മുടെ ഉള്ളിൽ കൂടുതൽ സമയം വെക്കുമ്പോൾ
അതുകൊണ്ട് വലിയ പ്രത്യാഘാതങ്ങൾ ശാരീരികമായി നാം അനുഭവിക്കേണ്ടി വരും. പല രോഗങ്ങൾക്ക് കാരണമായി തീരും. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്താണെന്ന് ചോദിച്ചാൽ, ആരോഗ്യത്തിന് ഹാനികരമാകുന്ന അതൊന്നും ചെയ്യരുത്. മലം ഒരാൾക്ക് വിസർജിക്കാൻ തോന്നുമെങ്കിൽ ഉടനെ പോയിട്ട് അത് ഒഴിവാക്കണം. ഇതുപോലെ മൂത്രയും പിടിച്ചു വെക്കാൻ പാടില്ല. ഗ്യാസും അങ്ങനെ തന്നെ. അതാണ് ഈ വരിയിൽ പറഞ്ഞത്, ലാ തഹ്ബിസൻ വാഇത്തൻ, ഒരിക്കലും നീ മലം പിടിച്ചു വെക്കരുത്. വലല്ലുറാത്ത, കീഴ്വായു പിടിച്ചു വെക്കരുത്. വബൗലൻ, മൂത്രവും ഹബ്സുഹാ ഫീക ബിൽ അസ്കാമി ഖദ് ഹക്കമ, അങ്ങനെ പിടിച്ചു വെച്ചാൽ നിനക്ക് രോഗം വരും.